നമസ്കാരം. ഭാരതത്തിൽ എങ്ങനെ ഒരു കലാപം ഉണ്ടാക്കാം എന്ന് ഓരോ സമയവും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ജോ സോറസിന്റെ ടീമും അതോടൊപ്പം തന്നെ NGO സംഘടനകളും. അതിൽ സോറോസിന്റെ ശിഷ്യനായി രാഹുൽ ഗാന്ധി സോറോസ് പറയുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നാണ് മറ്റൊരു പ്രധാന കാര്യം. ഈ ജന്മത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുക ഇല്ല എന്നത് കൊണ്ട് തന്നെയാണ് ഭാരതത്തിൽ ഒരു കലാപമുണ്ടാക്കി ഒരു അട്ടിമറി ശ്രമത്തിലൂടെ പ്രധാനമന്ത്രി കസേരയിലേക്ക് എത്താനായിട്ട് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. ബംഗ്ലാദേശിലൊക്കെ സംഭവിച്ചതുപോലെ ഇതിലൂടെ ഒരു ഇടക്കാല പ്രധാനമന്ത്രിയാകാമെന്ന കണക്കുകൂട്ടലിനാണ് രാഹുൽ ഗാന്ധി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഹിന്ദുസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുനിത വിശ്വനാഥുമായി രാഹുൽ ഗാന്ധി ചർച്ചകൾ നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. നിലവിൽ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായി അടുത്ത തിരക്കഥ പ്രകാരം പുറത്തുവരുന്നത് അക്ഷർധാം ക്ഷേത്രത്തെക്കുറിച്ചാണ്. അതായത് അക്ഷർധാം ക്ഷേത്രം പണിതതിന് പിന്നിൽ ദളിതരെ ചൂഷണം ചെയ്തു എന്ന പേരിൽ പുതിയ കഥകളുമായി ഇറങ്ങിയിരിക്കുന്നത് അമേരിക്കയിലെ ശതകോടീശ്വരനും ഇന്ത്യയിലെ മോദി സർക്കാരിനെ തകർക്കാൻ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ജോർജ് സോറസും NGO സംഘടനകളും ആണ്. അതിൽ പ്രധാന സംഘടനകളിൽ ഒന്നാണ് ഹിന്ദുസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. രാഹുൽ ഗാന്ധി ഇടയ്ക്കിടെ US സന്ദർശിക്കുമ്പോൾ കൂടിക്കാഴ്ച നടത്തുന്ന ഒരാളുണ്ട്, അതായത് സുനിത വിശ്വനാഥ്. ഇവരാണ് ഹിന്ദുസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ഈ സംഘടനയ്ക്ക് പ്രവർത്തിക്കാനുള്ള ഫണ്ട് നൽകുന്നത് ജോ സോറസ് ആണ്. ഹിന്ദു എന്ന മതത്തിന്റെ പേരിൽ ഇന്ത്യയിൽ സംഘടിപ്പിക്കുന്നതിനെ തകർക്കുക എന്നതാണ് പ്രഖ്യാപിത ലക്ഷ്യം. ഹിന്ദു മതത്തെയും ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ സംവിധാനങ്ങളെയും തകർക്കുകയാണ് ഇവരുടെ പ്രധാന മുഖ്യ ലക്ഷ്യം. അതിനായി ഇവർ അജണ്ടകളും പുത്തൻ ആഖ്യാനങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പുറമേക്ക് നോക്കുമ്പോൾ പുരോഗമനമെന്ന് തോന്നിയാലും ഇതിന്റെ ഉള്ളടക്കം ഹിന്ദു മതത്തെ ദുർബലമാക്കുക എന്നതാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കർണാടകയിലെ ധർമ്മസ്ഥലിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന സ്ത്രീകളെ കൂട്ടത്തോടെ ബലാത്സംഗം ചെയ്തു കൊന്നു കുഴിച്ചു മൂടുന്നുവെന്ന രീതിയിൽ കള്ളക്കഥ മെനഞ്ഞു വിട്ടതും ഇതേ കേന്ദ്ര ബിന്ദു സംഘടനയാണ്. ഇന്ത്യയിലെ ദ ന്യൂസ് മിനിറ്റ് മുതൽ കേരളത്തിലെ ഇടത് ജിഹാദി മാധ്യമങ്ങളും യൂട്യൂബർമാരും ഈ കള്ളക്കഥ പ്രചരിപ്പിച്ചിരുന്നു. JCB ഉപയോഗിച്ച് ക്ഷേത്രഭൂമിയിൽ മീറ്റർ കണക്കിന് ആഴത്തിൽ കുഴിച്ചിട്ടും ഒരു ജഡം പോലും കണ്ടെത്താനായില്ല. ഈ സംഘടന തന്നെയാണ് മുരുകന്റെ പേരിൽ തമിഴ്നാട്ടിൽ ഹിന്ദുക്കൾ സംഘടിക്കുന്നതിനെതിരെ പുത്തൻ ആശയങ്ങൾ പ്രചരിപ്പിച്ച് മുരുകൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരെ വേട്ടയാടാൻ കഥകളും ഗൂഢാലോചനകളും സൃഷ്ടിക്കുന്നത്. ഇപ്പോഴിതാ ഗുജറാത്തിലെ അക്ഷർധാം ക്ഷേത്രം നിർമ്മിക്കാൻ ദളിതരെ ചൂഷണം ചെയ്തിരിക്കുന്നു എന്ന കഥയാണ് പുറത്തുവരുന്നത്. ആഴ്ചയിൽ 90 മണിക്കൂർ ജോലി ചെയ്തിരുന്ന ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് മണിക്കൂറിൽ വെറും 100 രൂപ മാത്രമായിരുന്നുവെന്നും പാസ്പോർട്ടുകളൊക്കെ പിടിച്ചു വച്ചതോടെ വർഷങ്ങളോളം സ്വന്തം കുടുംബത്തെ പോലും കാണാൻ കഴിയാതെ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിയുകയായിരുന്നു എന്നാണ് ഈ തൊഴിലാളികളെ പറ്റി കള്ളക്കഥകളൊക്കെ ഇറക്കിയിരിക്കുന്നത്. ഈ കഥ കേരളത്തിലെ ജിഹാദി മാധ്യമങ്ങൾ വളരെ പ്രചരിപ്പിച്ചിരുന്നു. കൂടാതെ ചില ഓൺലൈൻ മാധ്യമങ്ങളും ഇതിൻ്റെ പിന്താങ്ങി വാർത്തകൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഇതിന് മാധ്യമരംഗത്തുള്ളവർക്ക് ഇവർ സാമ്പത്തിക സഹായം വരെ നൽകുന്നുണ്ട് എന്നതാണ് പറയപ്പെടുന്നത്. നരേന്ദ്രമോദി സ്വാമി നാരായണൻ പ്രസ്ഥാനത്തിന്റെ ആരാധകനാണ്. ദുബായിൽ വരെ സ്വാമി നാരായണൻ ബ്ലാബ് ക്ഷേത്രം നിർമ്മിക്കുന്നതിന് പിന്നിൽ നരേന്ദ്രമോദിയുടെ പരിശ്രമമുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സ്വാമി നാരായണൻ ട്രസ്റ്റിനെ ഇല്ലായ്മ ചെയ്യാനാണോ ഇങ്ങനെ ഒരു കള്ളക്കഥ ആഗോളതലത്തിൽ ജോ സോറസിന്റെ NGO ശൃംഖല കള്ളക്കഥയുമായി ഇറങ്ങിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. ജോ സോറസ് എന്ത് പറഞ്ഞാലും അക്ഷരം പ്രതി അതേപോലെ കേട്ടനുസരിച്ച് പാർലമെന്റിലടക്കം പ്രവർത്തനം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്. അങ്ങനെ രാഹുൽ ഗാന്ധി നമുക്ക് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവെന്ന് പറയുന്നത് തന്നെ നമുക്ക് നാണക്കേടാണ്. കാരണം ഒരു പ്രതിപക്ഷ നേതാവാൻ തക്ക ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്മേലുള്ള ഒരു മേന്മയൊന്നും രാഹുൽ ഗാന്ധിക്ക് ഇല്ല. ഇപ്പോഴും ഒരു കൊച്ചുകുട്ടി എന്ന നിലയിലാണ് രാഹുൽ ഗാന്ധി നിൽക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.